ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ മാരുതി സുസുക്കി. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളധികം റിസ്ക് കുറവാണ് മാരുതി എടുത്തു കഴിഞ്ഞാൽ. മിക്കവാറും സർവീസ് സെൻറ്ററുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ശരിയല്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കാം. മിക്കവാറും ലോക്കൽ വർക്ക്ഷോപ്പുകളെല്ലാം മാരുതിയുടെ സർവീസ് ചെയ്യും. മാരുതി ഞാൻ അപ്രൂവ് ചെയ്ത ലോക്കൽ വർക്ക്ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഓതറൈസ്ഡ് കൂടാതെ. അപ്പോൾ സ്പെയർ പാർട്സ് എല്ലാ ജംഗ്ഷനിലും അവൈലബിളാണ്. മാരുതിയുടെ ഏതെങ്കിലും ഓതറൈസ്ഡ് സ്പെയർ പാർട്സ് സെല്ലിംഗ് ഷോപ്പ് മിക്കവാറും ഇപ്പോൾ കോലഞ്ചേരിയിൽ തന്നെയുണ്ട്. മാരുതിയുടെ ഓതറൈസ്ഡ് സ്പെയർ പാർട്സ് സെല്ലിംഗ് ഷോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിവേഴ്സൽ നല്ലൊരു ഭയങ്കര നെറ്റ്വർക്ക്. അതുകൊണ്ട് അതിന് 50% ഇല്ല, ഏതാണ്ട് 48% വണ്ടികളും ഇപ്പോൾ ഇന്ത്യയിൽ വെക്കുന്നത് മാരുതിയാണ്. അതൊരു കാലത്ത് 75% വരെ ഉണ്ടായിരുന്നു, അവർക്ക് 75% കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഒരുപാട് വന്നപ്പോൾ ഷെയർ ഇച്ചിരി കുറഞ്ഞു പണ്ടത്തേക്ക്. അപ്പോൾ 48% ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ടോട്ടൽ സെയിൽസിൽ മാരുതി സുസുക്കിയുടെ സെയിൽസ്. പിന്നെ ഹുണ്ടൈ, ടാറ്റയുടെയും മഹീന്ദ്രയുടെയൊക്കെ കുറച്ച് ഷെയർ പൊങ്ങി വന്നു. പണ്ട് മാരുതി മേടിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ ടാറ്റ മഹീന്ദ്രയൊക്കെ മേടിച്ചു തുടങ്ങി. അപ്പോൾ മഹീന്ദ്ര മാരുതിയുടെ ഒരു കോമ്പറ്റീറ്ററല്ല. ടാറ്റയുടെ ടിയാഗോ കാറ് റേറ്റ് കുറവാണ്, അത് മാരുതിയായിട്ടൊരു കോമ്പറ്റീറ്ററായിട്ട് വരും. 10 ലക്ഷത്തിൽ താഴെ കുറച്ച് കാറുകളുണ്ട്. ടാറ്റയ്ക്ക് 1-2 മോഡൽസ് ഉണ്ട്. മഹീന്ദ്രയ്ക്ക് 10 താഴെ അധികം മോഡൽസ് ഇല്ല. അവരുടെ മിക്കവാറും ഒക്കെ 10 മേലെ. ബൊലീറോ എത്രയാണ് 10 മേലെയാണോ 10 താഴെയാണോ? പക്ഷെ ബൊലീറോ ഒരു മാരുതിയുടെ കോമ്പറ്റീറ്റർ അല്ല, അതിൻ്റെ ഒരു ഡിഫറൻറ്റ് സെഗ്മെൻറ്റ്. ഇതാണ് ടിയാഗോ. ഇവര് ഇഷ്ടംപോലെ സെയിലുണ്ട്. ഇത് മാരുതിയുടെ സെയിലുള്ള വേറൊരു വണ്ടി മാരുതിയായിട്ടൊരു കോമ്പറ്റീറ്റർ ഹുണ്ടൈയാണ്. ഹുണ്ടൈക്ക് കുറേ മോഡൽസ് ഉണ്ട് മാരുതിയായിട്ട്. പിന്നെ റെനോൾട്ടിനും നിസാനും ഉണ്ട് കുറച്ച് മോഡൽസ് മാരുതിയായിട്ട് കോമ്പറ്റീറ്റർ. അവിടെ അതിൽ തട്ടും, മറ്റേ സൈഡിൽ അല്ലെങ്കിൽ ആ കമ്പ് വെട്ടിക്കളയണം. വെയിറ്റ് കാരണം, റംബുട്ടാൻ്റെ വെയിറ്റ് കാരണം അത് താങ്ങും, അല്ലെങ്കിൽ പിന്നെ അത് വെട്ടിക്കളയണം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ പഴം വരുമ്പോൾ പഴത്തിൻ്റെ വെയിറ്റ് കാരണം ചെറുതായിട്ട് താഴും. അതിന് വെട്ടി കുറേശ്ശെ അത് പൊങ്ങി പോകും. പണ്ടത്രയും താഴണില്ല. താഴെയുള്ള കമ്പുകളൊക്കെ കുറേ വെട്ടിക്കളയും. അപ്പുറത്തേക്കടെ പോകുന്ന കഴിഞ്ഞാൽ ഒറ്റയടിക്കുകയും കയറാം. മറ്റേ പട്ടി ഒന്ന് റിവേഴ്സ് ചെയ്യണം, പ്രശ്നമാണ്. കുറവാണ്, ഷാർത്താണ് ഞാൻ തന്നെയായിരിക്കും.